ഹലോ ഗായ്സ്, എൻ്റെ ആക്റ്റീവ അത് 2 ദിവസം കൊണ്ട് തണുപ്പടിച്ച് സ്റ്റാർട്ടാവുന്നില്ല. അതുകൊണ്ട് ഇപ്പം പണിയാൻ വർക്ക്ഷോപ്പിൽ നിന്ന് ആൾ വന്നു. എവിടാ സ്ഥലം? എവിടാന്ന്? ഉത്തരാഖണ്ഡോ? ഉത്തരാഖണ്ഡ്. എനിക്ക് വയ്യ. അവിടെ നിന്നൊക്കെ ആൾ വന്ന് എൻ്റെ ആക്റ്റീവ ശരിയാക്കുന്നത്. ഇനി എന്തോ പറ്റിയതാണോ എന്തോ, ഓടിക്കൊണ്ടിരുന്നതാ. കടയിൽ പോയി കൊണ്ടുവച്ചപ്പോൾ തണുപ്പ് ഭയങ്കര മഴയായിരുന്നു. മഴയത്ത് ഇനിയോട്ട് കയറ്റി വെച്ച് പിന്നെ അത് സ്റ്റാർട്ടാവില്ല. എൻ്റെ അമ്മായിപ്പൻ്റെ വണ്ടി എടുത്തോണ്ട് പോകാൻ പറഞ്ഞു. അപ്പോഴേ നമ്മൾ പൂപ്പൻ്റെ പെട്ടിയാട്ട വിളിച്ച് അപ്പോഴേ അതിനകത്ത് കയറ്റി പണിഞ്ഞ് വെച്ച് കുറച്ച് ദിവസം കൊണ്ട് കിടന്നിങ്ങനെ ഒന്ന് ഓടിച്ച് പഠിക്കാമെന്ന് പറഞ്ഞു. ഓടിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഒന്ന് സ്റ്റാർട്ടാവുന്നില്ല. അങ്ങനെ നമ്മുടെ ആക്റ്റീവ ശരിയാക്കിയ ഉത്തരാഖണ്ഡ്. അമ്പോ അത് പൊളിച്ച്. അത് ശരിയാക്കുന്നു. വർക്ക്ഷോപ്പിൽ നിന്ന് വിളിച്ചപ്പോൾ പറഞ്ഞു വിട്ടതാണ്. ഭയങ്കര ഒരു മേശരിയാണ്. പക്ഷേ സംസാരിക്കണമെങ്കിൽ എന്തോ ചെയ്യും? ഇതിലൊന്ന് സംസാരിക്കണമെങ്കിൽ ആ ഭാഷ നമുക്കറിയണ്ടേ? അതിനെന്തോ ചെയ്യണ്ടേ? അവനോട് ചോദിച്ചോ, ഞങ്ങൾ എന്തോ ഭാഷയായിട്ട് ഇവന് പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് പറഞ്ഞു വിട്ടാൻ്റെ അടുത്ത്. ടേമേ വയറൊക്കെ മാറ്റിയാണ് കൊടുക്കുമെന്ന്. എന്താ ചെയ്യുന്നത്? ഉണ്ടെന്ന് പെട്രോൾ ആദ്യം ഒഴിച്ചപ്പോഴേ മൊത്തം പെട്രോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്ക്. വേറെ വരാതെ പറഞ്ഞാൽ അവൻ ഇനി എന്തേലും എന്നെ പറയണം. ബായ്. പെട്രോൾ പോകുമ്പോഴേ ഒഴിക്കുമ്പം അത് പെട്രോൾ പൊയ്ക്കൊണ്ടേയിരുന്നു. പക്ഷെ ഇന്നലെ ഞാൻ അത് ഒഴിച്ചപ്പം പോയില്ല. എൻ്റെ പൊന്നുപായി നേരെയൊക്കെ എടുത്തിരുന്ന വണ്ടി ഓടിക്കാൻ അറിയാത്തവർ പഠിക്കാൻ എടുത്തുകൊണ്ടുവന്ന് വെച്ച് പഠിക്കുക. എന്താ കംപ്ലൈൻറ്റ്? ടൂൾസൊക്കെ ആയിട്ടാ വന്നത്. ടൂൾസ്. എൻ്റെ മോലാളിയുടെ പേരെന്ത്? സുകേഷ്. പനച്ചോള പമ്പില്ല, പനച്ചോള കുരിശുമുക്ക് വർക്ക്ഷോപ്പിൽ സുകേഷ് പറഞ്ഞു വിട്ട മേശരിയ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഏറ്റവും കൂടുതലൊക്കെ ഓടുന്നു. നാല് ദിവസമേ ആയിട്ടുള്ളൂ സുകേഷിൻ്റെ വർക്ക്ഷോപ്പിൽ വന്നിട്ട്. പുതിയ സാധനം വാങ്ങിച്ച് കൊണ്ടുവന്ന് അത് കംപ്ലൈൻ്റ് ആയിരുന്നോ? ഭഗവാനെ, എത്ര രൂപയാവോ എന്തോ. എന്ത് പോയതാണോ?
शॉर्टिंग चेक कर शॉर्टिंग अभी कुछ नहीं बता सकते पॉइंट नहीं पॉइंट नहीं न्यू चेक അതോ ഇനി 12 ശതമാനം പണി തന്നെയാണോ? ആഹാ അങ്ങനെ നീ എടുത്തോട്ട് ഓടിക്കണ്ടടി എന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ അതേ കായ്സ്, ഞാൻ ചുമ്മാ ഒരു തമാശയ്ക്ക് പറഞ്ഞാന്നേ, ആരും പോങ്കാരൊന്നും ഇടല്ലേ. അച്ഛൻ്റെ വണ്ടിയാണ്, അതെടുത്തുകൊണ്ട് വന്ന് അമ്മ പറഞ്ഞ് എടുത്തുകൊണ്ട് പോയി, നിനക്ക് കൊണ്ടുപോയി പഠിക്കാൻ പറഞ്ഞ അപ്പോഴേ നമ്മൾ പൂപ്പൻ്റെ വണ്ടി എടുത്ത് കൊണ്ടുവന്ന് അപ്പത്തി കൊണ്ടുപോയി ശരിയാക്കിക്കാതെ. അത് ശരിയാകുന്ന ലക്ഷണം ഇനി